Today's annual day celebration is truly honored by the presence of an eminent personality, a leader admired by all. We are delighted to welcome Advocate Nuruddin Churuvata, the Honorable President of Kuruvattur Gram Panchayat, who graciously promised his presence and joined us on right time. On behalf of the entire Ideal School family, we extend a heartfelt and warm welcome and respectfully invite you, sir, to inaugurate today's event. Sir, please. ഈ മനോഹരമായ സംഗമത്തിൻ്റെ അധ്യക്ഷൻ, ഈ വിദ്യാലയത്തിൻ്റെ മാനേജർ PM അബ്ദുറഹിമാൻ അവർകൾ, ഇവിടെ സ്വാഗത ഭാഷണം നടത്തിയ ഏറെ പ്രിയങ്കരനായ നിങ്ങളുടെ PTA പ്രസിഡന്റ് നുബാസ് അവർകൾ, ഈ വിദ്യാലയത്തിൻ്റെ പ്രധാനാധ്യാപിക, വളരെ ആത്മാർത്ഥപൂർവം ഈ വിദ്യാലയത്തിലെ ഓരോ പ്രവർത്തനങ്ങൾക്കും നേതൃത്വം നൽകുന്ന ഏറെ പ്രിയപ്പെട്ട സുജിത ബോണി അവർകൾ, ഏറെ പ്രിയങ്കരായ ഇന്നത്തെ നമ്മുടെ വിശിഷ്ടാതിഥികൾ CT കബീർ, ബൻസിറ, ഏറെ പ്രിയങ്കരിയായ കുരുവട്ടൂർ ഗ്രാമപഞ്ചായത്ത് വാർഡ് മെമ്പർ എൻ്റെ സഹപ്രവർത്തക ശോന സുധീഷ് അവർകൾ, ഇവിടെ നന്ദി പ്രകാശിപ്പിക്കുന്ന വൃഷാലി, അതേപോലെ നേരത്തെ ഇവിടെ പ്രാർത്ഥന അതിമനോഹരമായി പ്രാർത്ഥന അവതരിപ്പിച്ച കൊച്ചുകൂട്ടുകാർ, അവിടെ നിന്നും ഞങ്ങളെ ആനയിച്ചുകൊണ്ട് ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്ന പ്രിയപ്പെട്ട കൊച്ചുകൂട്ടുകാർ, ഏറെ മനോഹരമായി. ഞാനിങ്ങനെ വിചാരിക്കുകയായിരുന്നു പുറത്തുനിന്ന് ആരെങ്കിലും ആങ്കറായിട്ട് കൊണ്ടുവന്നതാണോ എന്ന്. അത്രയും മനോഹരമായി ഇവിടെ ആങ്കറിങ് അവതരിപ്പിക്കുന്ന ഏറെ പ്രിയപ്പെട്ട അധ്യാപിക ഉൾപ്പെടെ എൻ്റെ പ്രിയപ്പെട്ട രക്ഷിതാക്കളെ, കൊച്ചുകൂട്ടുകാരെ, പ്രിയപ്പെട്ട നാട്ടുകാരെ, ഐഡിയൽ സ്കൂൾ അതിൻ്റെ 33ാമത്തെ വാർഷികം ആഘോഷിക്കുമ്പോൾ വലിയ സന്തോഷവും അഭിമാനവുമുണ്ട്. കാരണം ഞാൻ ഇന്നത്തെ ഇവിടുത്തെ നമ്മുടെ വിശിഷ്ടാതിഥി കബീർ കയോട് ഞാനിങ്ങനെ പങ്കുവെക്കുകയായിരുന്നു. 33 വർഷങ്ങൾക്കപ്പുറം നമ്മൾ ഓർക്കേണ്ടത്, അത്രയും നേരത്തെ തന്നെ ഒരു ഇംഗ്ലീഷ് മീഡിയം സ്കൂളിനെക്കുറിച്ച്, അല്ലെങ്കിൽ പുതിയ കാലത്തെ സാഹചര്യങ്ങൾക്കനുസരിച്ച് നമ്മുടെ കുട്ടികളെ വളർത്തേണ്ട ഒരു അന്തരീക്ഷത്തെക്കുറിച്ച് അത്രമേൽ ആത്മാർത്ഥപൂർവം, അത്രമേൽ ആവേശപൂർവം ഒരു സാമ്പത്തിക ലാഭത്തിനപ്പുറത്തേക്ക് പുതിയ തലമുറക്ക് വേണ്ടി തന്നാൽ കഴിയും വിധം എന്തെങ്കിലും സമർപ്പിക്കണം എന്നുള്ള ഒരു താല്പര്യത്തിൻ്റെ പുറത്താണ് എൻ്റെ പ്രിയപ്പെട്ടവരെ ഇവിടെ PM അബ്ദുറഹിമാൻ അവരുടെ നേതൃത്വത്തിലൊരു സംവിധാനം ഇവിടെ സംവിധാനിച്ചിട്ടുള്ളത്. ചെറുപ്പം മുതലേ ഈ വിദ്യാലയം, ഐഡിയൽ സ്കൂൾ എന്ന് പറയുമ്പോൾ നമ്മളൊരു ഈ നാടിൻ്റെ ഒരു ലാൻഡ്മാർക്കായിട്ട് ഈ വിദ്യാലയം ഇവിടെ തലയുയർത്തി നിൽക്കുകയാണ്. സത്യത്തിൽ ഇവിടെ പഠിച്ചിറങ്ങിയ ഒരുപാട് കുട്ടികൾ ഇന്ന് നമ്മുടെ പ്രദേശങ്ങളിൽ, ഈ ചുറ്റുഭാഗത്ത് മാത്രമല്ല ഈ തൊട്ടപ്പുറത്തെ പ്രദേശങ്ങളിൽ പോലും ഐഡിയലിൽ പഠിച്ച ഒരുപാട് കുട്ടികൾ നമ്മുടെ സമൂഹത്തിൽ വലിയ ഉന്നതങ്ങളിലെത്തി നമ്മുടെ നാടിന് വലിയ നേതൃത്വവും വലിയ കാര്യങ്ങളുമൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാലത്ത് ഈ വിദ്യാലയത്തെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം, ഇവിടെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന അധ്യാപകർ, വിശിഷ്യ എൻ്റെ പ്രിയപ്പെട്ട ഇവിടുത്തെ PTA കമ്മിറ്റി, നിങ്ങളൊക്കെ നടത്തുന്ന ആത്മാർത്ഥപരമായിട്ടുള്ള പ്രവർത്തനങ്ങളും ആവേശകരമായിട്ടുള്ള കാര്യങ്ങളും എത്ര അഭിനന്ദിച്ചാലും അത് ചെറുതാവുകയില്ല എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കമില്ല. കാരണം അത്രയും മികച്ച പ്രവർത്തനങ്ങളാണ് നിങ്ങളുടെ ഭാഗത്തു നിന്നൊക്കെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ സ്വാഗത ഭാഷണത്തിൽ പ്രിയപ്പെട്ട നുബാസ് പറഞ്ഞു, ഇവിടെ ആളുകളുടെ കുറവ് അല്ലെങ്കിൽ പാരൻസിൻ്റെ ഒരു സാന്നിധ്യത്തിൻ്റെ ഒരു അപര്യാപ്തതയെക്കുറിച്ച് പറഞ്ഞു. പക്ഷേ ഞാനിങ്ങനെ ആലോചിക്കുകയായിരുന്നു, ചെറിയ ഒരു കെട്ടിടത്തിൽ അല്ലെങ്കിൽ ചെറിയ രീതിയിൽ അന്നുള്ള അതേ അന്തരീക്ഷത്തിൽ നിന്നുകൊണ്ട് ഇങ്ങനെ പ്രവർത്തിക്കുമ്പോഴും ഇത്രയും ആത്മാർത്ഥപൂർവ്വം പരമാവധി രക്ഷിതാക്കൾ ഇവിടെ വന്നതിൽ പ്രത്യേകം എനിക്കൊരു സന്തോഷം തോന്നിയാണ്. ചിലപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം നമ്മളിവിടെ പങ്കെടുക്കാത്തത് കൊണ്ട് അതിൻ്റെ ഒരു വ്യത്യാസമാണ് അദ്ദേഹം അവതരിപ്പിച്ചതെങ്കിൽ പോലും
അതോടൊപ്പം വലിയ ഒരു സന്തോഷം, ഞാനിങ്ങനെ ഇങ്ങോട്ടേക്ക് കടന്നു വന്ന സമയത്തുണ്ടായ വലിയ ഒരു സന്തോഷം എന്ന് പറയുന്നത് നമ്മുടെ കുട്ടികൾ, ഈ കുട്ടികളുടെ വളരെ ആവേശകരമായിട്ടുള്ള അല്ലെങ്കിൽ അവരുടെ ആ ഒരു എനർജി എനിക്ക് ഭയങ്കരമായിട്ടുള്ള ഒരു സന്തോഷം. അത്രയും ആവേശപൂർവ്വമാണ് ഇവിടെയും അതേപോലെ തന്നെ വിദ്യാലയത്തിനകത്തുമൊക്കെ കുട്ടികൾ അവരുടെ അവർ പരിപാടികൾ അവതരിപ്പിക്കാനുള്ള ഡ്രസ്സൊക്കെ ധരിച്ച് വളരെ വളരെ എനർജറ്റിക് ആയിട്ടാണ് നമ്മുടെ കുട്ടികൾ എന്ത് ചെയ്യുന്നത് ഇവിടെ അവരുടെ മുഖത്തൊക്കെ കാണുന്നത്. അതിനേക്കാൾ അപ്പുറം വലിയ സന്തോഷം എന്ന് പറയുന്നത് പ്രിയപ്പെട്ട രക്ഷിതാക്കൾ, പ്രിയപ്പെട്ട അമ്മമാർ, എന്തൊരു ആവേശത്തിലാണ് നിങ്ങൾ ഈ പ്രോഗ്രാമിനെ ഏറ്റെടുത്തിട്ടുള്ളത് എന്നും കൂടി കാണുമ്പോൾ നിങ്ങളുടെയൊക്കെ ഈ വിദ്യാലയത്തോടുള്ള കടപ്പാട് സത്യം പറഞ്ഞാൽ വളരെ വലുതാണ് എന്ന് തിരിച്ചറിയുകയാണ്. എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം, നമ്മുടെ വിദ്യാർത്ഥികൾ അല്ലെങ്കിൽ നമ്മുടെ മക്കൾക്ക് വേണ്ടിയിട്ടാണ് നമ്മുടെ ഓരോ നിമിഷവും നമ്മൾ സമർപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മൾക്കൊരു കുഞ്ഞിക്കാല് വരുന്നു അല്ലെങ്കിൽ കുഞ്ഞ് പിറക്കുന്നു എന്ന് അറിയുന്നത് മുതൽ നമ്മുടെ കുട്ടിക്ക് വേണ്ടിയിട്ട് ആണ് നമ്മളൊക്കെ ജീവിതം എന്ന് പറയുന്നത്. അത് എത്രത്തോളം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഇരിക്കുന്ന ഓരോ കുരുന്നു മക്കളും ഈ ചിത്രശലഭങ്ങൾ കണക്ക് നിഷ്കളങ്കരായിട്ടുള്ള ഈ മക്കൾക്ക് വേണ്ടിയിട്ടാണ് നമ്മുടെ സമയങ്ങൾ അത്രയും, നമ്മുടെ ഓരോ കാര്യങ്ങൾ, അവരുടെ ഭക്ഷണങ്ങളാവട്ടെ, അവരുടെ വസ്ത്രങ്ങളാവട്ടെ, അവരുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാവട്ടെ, അവർക്കൊരു ചെറിയ വയ്യായ്ക വന്നാൽ, ഒരു അസുഖം വന്നാൽ അവർക്ക് വേണ്ടി എന്തും സമർപ്പിക്കാൻ, എന്തും ചെയ്യാൻ വേണ്ടി നിൽക്കുന്ന ആളുകളാണ് നമ്മൾ ഓരോരുത്തരും. പക്ഷേ എന്തുകൊണ്ടോ പലപ്പോഴും നമ്മുടെ അമിതമായ വാത്സല്യവും അമിതമായിട്ടുള്ള അവരോടുള്ള ആ ഒരു കെയറിങ്ങും ഒക്കെ പലപ്പോഴും എന്തുകൊണ്ടോ പുതിയ കാലത്ത് മക്കൾക്ക് പല രീതിയിലുമുള്ള ഒരു പ്രയാസത്തിൽ കടന്നു പോകുന്നതായിട്ട് നമ്മളൊക്കെ കാണുന്നുണ്ട്. അത് മറ്റൊന്നും കൊണ്ടുമല്ല, നമുക്കറിയാം, വാത്സല്യം നമ്മൾ കൊടുക്കുമ്പോഴും സ്നേഹം നമ്മൾ പകരുമ്പോഴും ചിലപ്പോഴൊക്കെ നമ്മൾ എന്ത് ചെയ്തു പോകുന്നു, അവരോട് കാണിക്കേണ്ട, അവർക്ക് ശിക്ഷണം കൊടുക്കേണ്ട, അവരെ അടിക്കാനോ മർദ്ദിക്കാനോ ബുദ്ധിമുട്ടാക്കാനോ ഒന്നുമല്ല, പക്ഷേ അവർക്ക് പകർന്നു കൊടുക്കേണ്ട ചില കാര്യങ്ങൾ എപ്പോഴോ അവർ മറന്നു പോകുന്ന ഒരു സാഹചര്യം ഉണ്ടാവാറുണ്ട്. അതുകൊണ്ടുണ്ടാകുന്ന ചെറിയ പ്രയാസം എന്ന് പറയുന്നത് പലപ്പോഴും നമുക്കറിയാം. ഞാൻ എൻ്റെ മകളെയും കൂട്ടി ഞാൻ തൊട്ടടുത്ത കടയിലേക്ക് ചെല്ലുമ്പോൾ എന്നോട് പറയും, അപ്പാ അത് വേണം ഇത് വേണം എന്ന് പറഞ്ഞ് എല്ലാ കാര്യങ്ങളും അവർക്ക് വേണം. അവരുടെ കാഴ്ചയിൽ കാണുന്ന എല്ലാം അവരത്രയും ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷേ പലപ്പോഴും നമ്മൾ എന്ത് ചെയ്യും, മോളെ അത് വേണ്ട, അല്ലെങ്കിൽ പിന്നെ വാങ്ങിക്കാമെന്ന് പറഞ്ഞ് നമ്മൾ മകളെ ഇങ്ങോട്ടേക്ക് കൂട്ടിക്കൊണ്ടുവരും. അതിൽ പ്രയാസമുണ്ടെങ്കിൽ പോലും ചിലതൊക്കെ വാങ്ങരുത്, ചിലതൊന്നും പറ്റൂല, ചിലതൊക്കെ നമ്മൾ നോ പറയണം എന്നുള്ള ഒരു ശീലം നമ്മൾ മക്കൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കണം. അങ്ങനെ പറയാനുള്ള കാരണം മറ്റൊന്നുമല്ല, ഇപ്പോൾ നമ്മളെ കാഴ്ചയിൽ പലപ്പോഴും നമ്മുടെ ചെറിയ പിഞ്ചോമന മക്കളിൽ പോലും വലിയ മുതിർന്ന ആളുകൾ കാണിക്കുന്നതിനേക്കാൾ അല്ലെങ്കിൽ അതുപോലെയുള്ള പല ശൈലികൾ, സ്വഭാവങ്ങൾ, പല അവസ്ഥകൾ നമ്മളൊക്കെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ചെറിയ മക്കൾ ഇപ്പോൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് പോലും തൊട്ടടുത്ത പ്രദേശത്ത് ചെറിയ ഒരു പൊന്നുമോൻ അമ്മ എന്തോ കാര്യത്തിന് ശകാരിച്ചതിൻ്റെ പേരിൽ എന്ത് ചെയ്തു, അമ്മയുടെ ഷോൾ എടുത്തിട്ട് ജനലിൽ ആ കുഞ്ഞ് തൂങ്ങി. 9 വയസ്സേ ഉള്ളൂ. അപ്പോൾ ഞാനിങ്ങനെ എനിക്ക് ആ വാർത്ത കേട്ടപ്പോൾ എന്നോട് എൻ്റെ സുഹൃത്ത് പറഞ്ഞു, ഇങ്ങനെ ഒരു മരണമുണ്ട്, നമ്മളെ ഫ്രണ്ടിൻ്റെ മോനിങ്ങനെ മരിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞപ്പോൾ ഞാൻ ആദ്യം അവനോട് ചോദിച്ചു, എന്തെങ്കിലും അസുഖം ഉണ്ടായിരുന്നോ, അല്ലെങ്കിൽ എന്തെങ്കിലും ആക്സിഡൻറ്റ്, എന്തെങ്കിലും ബുദ്ധിമുട്ട് പറ്റിയോ എന്ന് ചോദിച്ചു. അപ്പോൾ ഈ ഒരു വാർത്ത പറഞ്ഞപ്പോൾ എൻ്റെ പ്രിയപ്പെട്ടവരെ, സത്യം പറഞ്ഞാൽ കേവലം 9 വയസ്സുള്ള മക്കൾക്ക് പോലും ഇത്തരത്തിലുള്ള ഒരു പ്രയാസത്തിലേക്ക് അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിലേക്ക് നമ്മളെ മക്കൾ കടന്നു പോകുന്നുണ്ടെങ്കിൽ അവരുടെ മാനസിക നിലയെ അല്ലെങ്കിൽ മാനസികാവസ്ഥയെ നമ്മൾ എത്രമാത്രം നമ്മൾ ശ്രദ്ധിക്കണം എന്നുള്ളതിൻ്റെ വലിയ ഒരു മെസ്സേജാണ്. നമ്മൾ ഓരോ ദിവസവും നമ്മൾ പത്രമാധ്യമങ്ങളിലൂടെ കാണുന്ന വാർത്തകൾ അത്രയും പലപ്പോഴും നമ്മൾ പോലും വിചാരിക്കാത്ത അത്രയും വലിയ ഒരു കാഴ്ചകളും സാഹചര്യങ്ങളുമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മളുടെ മക്കളെ നമ്മൾ ചേർത്ത് പിടിക്കുമ്പോൾ, നമ്മളവർക്ക് വാത്സല്യം പകരുമ്പോൾ, നമ്മളവർക്ക് സ്നേഹം നിറച്ചു കൊടുക്കുമ്പോൾ അതിൻ്റെ കൂടെ അവരെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുവാനും അവർക്കുള്ള വഴികളിൽ നമ്മൾ വന്ന സാഹചര്യങ്ങളും നമ്മൾ വന്ന അവസ്ഥ കൂടി അവർക്കൊക്കെ പകർന്നു കൊടുക്കാനും കാണിച്ചു കൊടുക്കാനും ഒക്കെയുള്ള ശ്രദ്ധ കൂടി നമ്മുടെയൊക്കെ ഭാഗത്തു നിന്ന് ഉണ്ടാകണമെന്ന് മാത്രം അറിയിച്ചുകൊണ്ട് ഈ മനോഹരമായിട്ടുള്ള സംഗമം സത്യത്തിൽ വലിയ സന്തോഷമുണ്ട്. കാരണം നമ്മുടെ ഈ ഇപ്പോൾ തന്നെ ഇവിടെ പരിപാടിക്ക് എത്തിയ ആളുകളെ കൊണ്ട് ഇവിടെ സദസ്സൊക്കെ നിറഞ്ഞ് കാണുമ്പോൾ നിങ്ങൾ ഈ വിദ്യാലയത്തെ ഈ നാട്ടിലുള്ള ആളുകൾ മുഴുവനും ഇവിടെ ചേർത്ത് പിടിക്കുന്നു എന്നതിൻ്റെ ഏറ്റവും വലിയ ഉത്തമ ഉദാഹരണമാണ്. ഗ്രാമപഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെയൊക്കെ സഹകരണം വേണം നമുക്ക് മുന്നോട്ടുള്ള ഓരോ കാര്യങ്ങളിലും. നമ്മൾ വിദ്യാർത്ഥികൾക്ക് വേണ്ടി വലിയ പ്രൊജക്റ്റുകളാണ് നമ്മൾ മുന്നോട്ട് വെക്കാൻ ഉദ്ദേശിക്കുന്നത്. എത്രത്തോളം എന്ന് വെച്ചാൽ നമുക്കറിയാം, നമ്മുടെ ചെറിയ മക്കളിൽ അവരുടെ ഒരുപാട് കഴിവുകൾ ചെറിയ പ്രായത്തിൽ തന്നെ നമുക്ക് കണ്ടെത്താൻ കഴിയുന്ന ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റുകൾ, IQ പരിശോധന ക്യാമ്പുകൾ നടത്തി അവരിൽ നിന്ന് ഓരോ കുട്ടികൾക്കും നമുക്ക് ഏത് മേഖലയിലേക്ക് നമ്മളെ കുട്ടികളെ കൊണ്ടുപോകാമെന്നതിനെക്കുറിച്ചുള്ള അത്തരത്തിലുള്ള വീക്ഷണങ്ങൾ, അതോടൊപ്പം പരീക്ഷാ പരിശീലനങ്ങൾ കഴിഞ്ഞ ദിവസങ്ങൾക്ക് മുമ്പ് നമ്മൾ LSS USS കുട്ടികൾക്ക് അതിൻ്റെ കോച്ചിങ് ക്ലാസ്സുകൾ നമ്മൾ നടത്തിയിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ ദിവസം
എക്സാം ഓറിയൻറ്റഡ് മോട്ടിവേഷൻ ക്ലാസ് നമ്മൾ നടത്തി. അങ്ങനെ നമ്മൾ ഗ്രാമപഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം വലിയൊരു വിഷൻ നമ്മൾ മുന്നോട്ട് വെക്കുകയാണ്. അപ്പോൾ നിങ്ങളുടെയൊക്കെ വലിയ സഹകരണമുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഗ്രാമപഞ്ചായത്തിൻ്റെ ഓരോ കാര്യങ്ങളും നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുള്ളൂ. നേരത്തെയൊക്കെ തന്നെ നിങ്ങൾ കക്ഷി രാഷ്ട്രീയ ജാതി മത വ്യത്യാസമില്ലാതെ എല്ലാവരും നമ്മുടെ എല്ലാ സംവിധാനങ്ങളെയും ഗ്രാമപഞ്ചായത്തിൻ്റെ പ്രവർത്തനങ്ങളെയും ഒക്കെ സഹകരിക്കുന്ന ആളുകളാണ്. മുന്നോട്ടുള്ള കാലത്തും നിങ്ങളുടെ മുഴുവൻ സഹകരണവും നിങ്ങളുടെയൊക്കെ ഇടപെടലുകളും നമ്മുടെ ഗ്രാമപഞ്ചായത്തുമായി ബന്ധപ്പെട്ടുണ്ടാവണം എന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ മനോഹരമായ സംഗമം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്ത് അറിയിച്ചുകൊണ്ട് എല്ലാവർക്കും ഭാവുകങ്ങൾ നേരുന്നു. നന്ദി, നമസ്കാരം.